മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2025 ഡിസംബർ 8 തിങ്കൾ. ഇന്ത്യൻ ഭരണകൂടം ബംഗ്ലാദേശിലേക്ക് തള്ളിയ പശ്ചിമബംഗാൾ സ്വദേശികളെ തിരികെ എത്തിച്ച പശ്ചാത്തലത്തിൽ ദുർബലരായ പൗരർക്ക് മേൽ ഭരണാധികാരത്തിന്റെ കനത്ത ഭാരം എപ്രകാരം പീഡനമേൽപ്പിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ കേസ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. പൗരരെ പുറത്താക്കുന്നത് ശിക്ഷാർഹമല്ലേ? സുനാലി ഖാത്തൂൻ ഒരു സാധാരണ സ്ത്രീയാണ്, ഒരു പ്രതീകവും. പശ്ചിമ ബംഗാളിലെ ബീർഭൂം ജില്ലക്കാരിയായ സുനാലിയും ഭർത്താവ് ഡാനിഷ് അലിയും 20 വർഷമായി ഡൽഹിയിൽ ആക്രിപെറുക്കി അരിഷ്ടിച്ച് കഴിയുകയാണ്. ഇക്കൊല്ലം ജൂണിൽ ഡൽഹി പോലീസിന് ഒരു ഉൾവിളി വരുന്നു. ഇവരും ഇവരെ പോലുള്ളവരും അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ്. അങ്ങനെ ഈ ദമ്പതികളെയും 8 വയസ്സുള്ള മകൻ സാബിറിനെയും ഒപ്പം പശ്ചിമ ബംഗാളിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു കുടുംബത്തെയും പിടികൂടുന്നു. മനുഷ്യത്വത്തെ പറ്റിയോ പൗരാവകാശങ്ങളെ പറ്റിയോ ഉള്ള ഉത്കണ്ഠകൾ ഏശാത്തവരെന്ന് പലകുറി തെളിയിച്ച ഡൽഹി പോലീസ് അവരെ അതിർത്തിക്കപ്പുറത്തേക്ക് വലിച്ചെറിയാനായി അതിർത്തി രക്ഷാസേനയ്ക്ക് BSFന് കൈമാറുന്നു. ജൂൺ 26 അവരെ അതിർത്തിക്കപ്പുറത്തേക്ക് ബംഗ്ലാദേശിലേക്ക് തള്ളുന്നു. ഇന്ത്യക്കാരെ ബലം പ്രയോഗിച്ച് അനധികൃതമായി മറ്റൊരു രാജ്യത്തേക്ക് കടത്തിവിടുന്ന ഈ സമ്പ്രദായത്തിലെ നൈതികത പോകട്ടെ. ഈ കൊടും പാതകം അവരോട് ഭരണകൂടം ചെയ്യുമ്പോൾ സുനാലി ഗർഭിണിയായിരുന്നു. കോടതിയിൽ കേസ് ഇഴഞ്ഞു നീങ്ങുമ്പോൾ അങ്ങ് ബംഗ്ലാദേശിലെ പോലീസ് അവരെ നുഴഞ്ഞുകയറ്റക്കാരെന്ന നിലയ്ക്ക് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുകയായിരുന്നു. മാസങ്ങൾ കഴിയുമ്പോഴേക്ക് കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിടുന്നു. ഇന്ത്യൻ ഭരണകൂടം ബംഗ്ലാദേശിലേക്ക് തള്ളിയ 6 പശ്ചിമ ബംഗാൾ സ്വദേശികളെ ഒക്ടോബർ 26 ഇന്ത്യയിൽ തിരികെ എത്തിക്കണമെന്ന്. ഗർഭിണിയുടെ യാതനയോർത്ത് തിരിച്ചെത്തിക്കൽ വേഗത്തിൽ വേണമെന്ന് കോടതി പറഞ്ഞെങ്കിലും യൂണിയൻ സർക്കാർ ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയാണ് ചെയ്തത്. പ്രതിഭാഗം വക്കീൽ മാനുഷിക പരിഗണന നൽകി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടതനുസരിച്ച് കോടതി സുനാലിയെ ഉടനെ തിരികെ എത്തിക്കാൻ കൽപ്പിക്കുകയായിരുന്നു. അത് പ്രകാരം അവരെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നിയമം മനുഷ്യത്വത്തിന് വഴിമാറണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ പൗരത്വ പ്രശ്നം തീർപ്പായിട്ടില്ലെന്ന്. യൂണിയൻ സർക്കാർ നൽകിയ അപ്പീലിൽ വാദം കേൾക്കാൻ പോകുന്നതേയുള്ളൂ. ഡിസംബർ 12 അത് തുടങ്ങും. ദുർബലരും പാവങ്ങളുമായ പൗരർക്കുമേൽ ഭരണാധികാരത്തിന്റെ കനത്ത ഭാരം എപ്രകാരം പീഡനമേൽപ്പിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ കേസ്. നുഴഞ്ഞുകയറ്റക്കാരെന്ന സംശയത്തിന്റെ പേരിൽ ആദ്യ പരിശോധന നടന്നപ്പോൾ ആ ആക്രി കച്ചവടക്കാരുടെ കൈവശം പൗരത്വ രേഖകളൊന്നും ഇല്ലായിരുന്നുവെന്ന കുറ്റം ചുമത്തിയാണ് ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് അവരെ നാടുകടത്താൻ ഉത്തരവിട്ടതും അധികൃതർ തോക്കുചൂണ്ടി പറഞ്ഞയച്ചതും. കേസിന്റെ ദുർവഹഭാരം പേറിക്കൊണ്ട് തന്നെ സുനാലിയുടെ പിതാവ് ബോധു ഷൈഖ് കോടതിയെ സമീപിച്ചു. പൗരത്വം തെളിയിക്കാൻ അവസരം വേണം, പുറത്താക്കിയവരെ തിരിച്ചെത്തിക്കണം എന്നായിരുന്നു അഭ്യർത്ഥന. അത് അംഗീകരിച്ച കോടതി അധികൃതരുടെ തിടുക്കത്തെ വിമർശിക്കുകയും ചെയ്തു, നിയമ നടപടികൾ പാലിക്കാതെ നാടുകടത്തിയതിനെയും. ഇതേ സമയത്ത് തന്നെ ബംഗ്ലാദേശിലെ കോടതി സുനാലിയും കുടുംബവും ഇന്ത്യൻ പൗരരാണ് എന്ന് കണ്ട് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനും ഉത്തരവിട്ടിരുന്നു. ഇത്രയൊക്കെ നടന്നിട്ടും യൂണിയൻ ആഭ്യന്തര മന്ത്രാലയം അവരെ വിദേശികളാക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സുനാലിക്ക് മാതൃരാജ്യത്ത് തന്നെ പ്രസവിക്കാൻ കഴിയുമെന്ന ആശ്വാസമാണ് തൽക്കാലമുള്ളത്. അവരും കുടുംബവും നേരിടുന്നത് പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതികൾ സൃഷ്ടിച്ച അനീതി തന്നെയാണ്. 2019 ഭേദഗതി നിയമം വംശീയ ലക്ഷ്യത്തോടെയാണെന്ന ആരോപണം അന്ന് നിഷേധിച്ച യൂണിയൻ സർക്കാരിന് കീഴിൽ ആ ആരോപണം ശരിവെക്കുന്ന സംഭവങ്ങളാണ് നിരന്തരം അരങ്ങേറുന്നത്. നിയമപരിരക്ഷയ്ക്കായി പൗരത്വം തെളിയിക്കാനുള്ള സാവകാശത്തിന് വേണ്ടി പോലും ശ്രമിക്കാൻ കഴിയാത്ത അനേകം പാവങ്ങളെ പൗരന്മാരല്ലാതാക്കി കഴിഞ്ഞിരിക്കണം. കോടതികളെ സമീപിക്കാൻ ഭാഗ്യമുണ്ടായവരിൽ പലർക്കും നീതി ലഭിക്കാൻ വർഷങ്ങളുടെ യാതന അനുഭവിക്കേണ്ടി വരുന്നു. അസമിൽ റിക്ഷക്കാരൻ മുഹമ്മദ് നൂർ ഹുസൈനും ഭാര്യയും 2 മക്കളും ഗുവാഹത്തി ഹൈക്കോടതി ഇടപെടലിൽ പൗരത്വം വീണ്ടെടുത്ത് ജയിൽ മോചിതരാകുമ്പോഴേക്ക് 1.5 വർഷം ജയിലിൽ നരകിച്ചു. ശരീരം തളർന്ന ബനാഷ ബീഗം എന്ന അസംകാരി ജയിലിൽ കിടന്നില്ലെങ്കിലും 3 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന്റെ കഷ്ടപ്പാട് അതിലേറെയായിരുന്നു. പൗരത്വമുണ്ടെന്ന് ഒടുവിൽ അധികൃതർ സമ്മതിച്ചു. അസമിലെ മുഹമ്മദ് റഹീം അലിക്ക് 2024 സുപ്രീം കോടതി പൗരത്വം സ്ഥിരീകരിച്ചു കൊടുക്കും വരെ 12 വർഷം നാടും അവകാശങ്ങളും ഇല്ലാത്തവനായി കഴിയേണ്ടി വന്നു. ഇത്തരം ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. പൗരർക്ക് പൗരത്വം നിഷേധിച്ചതിന്റെ പേരിൽ കോടതികൾ ബന്ധപ്പെട്ടവരെ പല കേസിലും ശാസിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നിൽ പോലും ഇരകൾക്ക് നഷ്ടപരിഹാരമോ കുറ്റം ചെയ്ത അധികൃതർക്ക് ശിക്ഷയോ നൽകിയിട്ടില്ല. ഈ അവസ്ഥ മാറുന്നില്ലെങ്കിൽ സുനാലിമാർ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മാധ്യമം പോഡ്കാസ്റ്റ്.